എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടപ്രഥമൻ്റെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ നമ്മൾ അരിയുടെ അടയോ അല്ലെങ്കിൽ അങ്ങനത്തെ അടയൊന്നും വാങ്ങിയിട്ടല്ല. നമ്മൾ ബാക്കി വരുന്ന ചപ്പാത്തി മാവ് കൊണ്ട് അല്ലെങ്കിൽ ചപ്പാത്തി മാവ് കുഴച്ചെടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ അട ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അട വാങ്ങാനായിട്ടൊന്നും പോകാനൊന്നും പറ്റാത്തവർക്കും ഒക്കെ പെട്ടെന്നൊന്ന് പായസം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ 2 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുത്തിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ചൗവരിയാണ്. ഇത് നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. ചൗവരി ചേർക്കാൻ ഇഷ്ടമുള്ളവർ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഒരു 2 ചപ്പാത്തിക്കുള്ള മാവുണ്ടാവും. ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഈ മാവ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് അട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി മാവ് നോർമലി 2 ചപ്പാത്തിക്കൊക്കെയുള്ള മാവ് കുഴച്ചെടുത്താൽ മതി. ഇനി ചപ്പാത്തി മാവ് ബാക്കിയൊന്നും ഇല്ലെങ്കിൽ, ഇനി അതല്ല, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു 2 ചപ്പാത്തിക്കുള്ള മാവ് കൂടുതലെടുത്തിട്ട് പരത്തിയെടുത്ത് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഞാനത് ആദ്യം സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നല്ല ബോളായിട്ട് വരുന്ന ചപ്പാത്തി, വെറും ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് കുഴച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ചപ്പാത്തി, നല്ല ബോളായിട്ട് വരുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ തമ്പനയിൽ. ചാനലിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണ് കേട്ടോ. ചപ്പാത്തി പരത്തി എടുക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ടൈമിങ്ങും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന അതേ കനത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് നൈസായിട്ടും പോയിട്ടില്ല, എന്നാൽ കട്ടിയൊട്ട് കൂടിയിട്ടുമില്ല. അപ്പോൾ നമുക്കിത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഒന്ന് വരഞ്ഞ് കൊടുക്കാം. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ നീളത്തിൽ ആദ്യം ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറുകയും കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമുക്ക് ചെറിയ അടയുടെ വലുപ്പത്തിലുള്ള പീസസ് ആക്കി എടുക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് ഏത് വലുപ്പത്തിലാണോ അട വേണ്ടിയത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ 2 ചപ്പാത്തിയും പരത്തി സാധാരണ പോലെ പൊടിയിട്ട് തന്നെയാണ് പരത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടെങ്കിലും നമ്മളിത് സെറ്റാക്കി എടുക്കുന്ന സമയത്ത് ഇത് ഓരോന്നും വേറെ ആയിട്ട് തന്നെ കിടക്കും, ഒരെണ്ണം പോലും ഒട്ടിപ്പിടിക്കില്ല. അപ്പം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആവശ്യത്തിന് പൊടിയിട്ട് തന്നെയാണ് പരത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഉരുക്കാൻ വെച്ചിരിക്കുന്ന 2 അച്ച് ശർക്കരയും നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു അപ്പച്ചെമ്പ് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വാഴയുടെ ഇല ഞാൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് എല്ലാം നമുക്ക് ഈ ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കട്ട കെട്ടിയ പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ, പക്ഷേ ഒട്ടും കട്ട കെട്ടത്തില്ല. ഒരെണ്ണം പോലും ഒരെണ്ണത്തിൽ പറ്റി പിടിച്ചിട്ടിരിക്കില്ല. അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പച്ചെമ്പ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നോർമലി നമുക്കൊരു ചിന്ത വരാം, ഇത് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താൽ ശരിയാകില്ലേന്ന്. പക്ഷേ വെള്ളത്തിലിട്ട് വേവിച്ചാൽ കറക്റ്റ് നമുക്ക് ഓരോന്നായിട്ട് വേറിട്ട് കിട്ടില്ല, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ അട. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത് കേട്ടോ. ഒരെണ്ണം പോലും ഇങ്ങനെ അമുങ്ങി ഒട്ടിപ്പിടിച്ചിരിപ്പില്ല. എല്ലാം നമുക്ക് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് വെന്ത് കിട്ടുമ്പോൾ. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ സാധാരണ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. ചെറുതായിട്ട് കൊത്തിയെടുത്ത തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് മൂത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുന്തിരിയും കൂടെ മൂപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും. നമുക്കിത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. ഇത് ആവിയിൽ വേവിച്ചതാണല്ലോ.
അപ്പോൾ അത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഒത്തിരി നേരമൊന്നും വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളക്കിയെടുത്താൽ മതി. ആദ്യം ഈ ചപ്പാത്തി ഒന്ന് പരത്തിയിട്ട് ഒന്ന് മുറിച്ച് ആവി കയറ്റി എടുക്കുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്നാണ്. കുക്കറിൽ നമ്മൾ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. ചവ്വരി വേവിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കാണിക്കാത്തത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടുപ്പിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചവ്വരി. അടയൊന്ന് നെയ്യിൽ വാടിക്കഴിയുമ്പോൾ ചവ്വരി ചേർക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാൽ ചേർത്താലും മതി, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. 1 കപ്പ് പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് ചൂടായി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരുന്ന നമ്മൾ ശർക്കര ഉണ്ടല്ലോ, അത് നമുക്ക് അരിച്ച് ഇതിലേക്ക് ചേർക്കാം. വല്ല കല്ലും കട്ടയോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അരിച്ച് ചേർത്തത്. ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക ശർക്കരയും അരിക്കേണ്ട ആവശ്യമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ളത് കിട്ടും. പൊടി അഴുക്കൊന്നും ഇല്ലാത്തതേ കിട്ടുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ. എന്നാലും ഞാനൊന്ന് അരിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. ഇതിന് വേവാനായിട്ട് സമയമൊന്നുമില്ല അധികം, ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ 1/4 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാൽ തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നാം പാൽ ചേർക്കുക, പശുവിൻ പാലാണെങ്കിൽ വെള്ളം ചേർക്കാത്ത പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുക. ചുക്കും ജീരകവും ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി 1 സ്പൂണുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്നും തിളയ്ക്കേണ്ട ആവശ്യമേ ഉള്ളൂ, കാരണം നമ്മൾ അട ഓൾറെഡി വേവിച്ചിട്ടാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്നാണ് കേട്ടോ. ഒരു 5-8 മിനിറ്റ് ഉണ്ടെങ്കിൽ പായസം റെഡിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളു ഉപ്പും കൂടി ചേർക്കുകയാണേ. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ആ 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ചേർത്ത ആ പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിച്ച് നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയുമൊക്കെ ഇറങ്ങി കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളൊരു അടപ്രഥമൻ ഉണ്ടാക്കിയെടുത്തില്ലേ. സാധാരണ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കണമെങ്കിൽ അട വാങ്ങാൻ പോകണം, പിന്നെ അത് വേവിക്കണം, പിന്നെ അത് വെള്ളത്തിലിട്ട് അതിൻ്റെ പശപ്പ് കളയണം, അങ്ങനെ ഭയങ്കര ചടങ്ങാണല്ലേ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ പായസം ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണിത് കേട്ടോ. വളരെ എളുപ്പമാണ്, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഞാനിതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കും മനസ്സിലായില്ല നമ്മൾ ചപ്പാത്തിയുടെ മാവ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് കേട്ടോ. നല്ല രുചിയുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അത്രേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ സപ്പോർട്ട് ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഞാനിത് കുടിച്ച് നോക്കുകയാണ്, അപാര ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.